ഇമാം മഹ്ദി വന്നാൽ ഇമാം മഹ്ദിയെ പിൻപറ്റുന്ന വലിയൊരു ശതമാനം ആളുകൾ ഹൈന്ദവ സഹോദരങ്ങളായിരിക്കും. എഴുതി ചൊല്ലി. ഇന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ മഹ്ദി ഇമാമിനെതിരായിരിക്കും. നിങ്ങൾ എഴുതി ചൊല്ലി, നിങ്ങൾ എഴുതിക്കൊള്ളി. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, പഠിച്ചു പറയാം. മനുഷ്യൻ്റെ അവസ്ഥയൊക്കെ മാറും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ, നമ്മൾ ഈ നാവുമ്മൽ ഇങ്ങനെ പണിയെടുത്തു. ഈ നാവ് നമ്മളെ ചതിച്ചു. എന്ത് ഒരു സുബ്ഹാനല്ലാഹ് തന്നെ എവിടെ എത്തി? പറ മനുഷ്യ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ തന്നെ അവന് ആകാശഭൂമി നിറഞ്ഞു. അപ്പൊ 1000 സുബ്ഹാനല്ലാഹ് ദിവസം ചൊല്ലിയാലോ? മനസ്സിലായില്ലേ പറഞ്ഞത്? 300 മാർക്കിൽ 160 മാർക്ക് കിട്ടിയാൽ തന്നെ ജയിച്ചു. കടലാസിൽ 160ന്റെ ഉത്തരം എഴുതി കൊടുത്താൽ തന്നെ ജയിക്കും. 300 മാർക്കിൽ ആര് ജയിക്കും? ആരാ ജയിക്കുക? ആ സ്കൂളിന്റെ ലെഡ്ജറിൽ പേരുള്ളോന്. ആ സ്കൂളിന്റെ ലെഡ്ജറിൽ ഒരുത്തം പേരില്ല, ഓ 300 മാർക്കിന് എഴുതി ജയിക്കും. തിരിഞ്ഞില്ല. അള്ളാന്റെ റെക്കോർഡിൽ തന്നെ മുഅ്മിൻ തന്നെ എഴുതിയിട്ടില്ല. പിന്നെ 10,000 തസ്ബീഹത്തിന്റെ കാര്യം. ആദ്യം എന്ത് കയറണം? പറ മനുഷ്യ, എന്ത് കയറണം? ഉള്ളു കയറണം. ഇവിടെ ഗോളിയർ അനുസരണ സ്ഥാപനം ഉണ്ടായിരുന്നു. രാവിലെ വന്ന് പണിക്കാർ വന്നു കഴിഞ്ഞാൽ പഞ്ചിങ് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാൻ പോകും. പിന്നെ ഉച്ചക്ക് വരിക. അവർക്കൊക്കെ മാസത്തിൽ ശമ്പളം കിട്ടും. എന്തുകൊണ്ട്? ഉള്ളു കയറിയാണ്. 30-ാം തീയതി ആവുമ്പോൾ ശമ്പളം അത് കൊടുക്കും. എൻ്റെ അടുത്ത പണി പരിപ്പാടി ചായ കുടിച്ചു, പത്രം നോക്കി, ദേശാഭിമാനി നോക്കി, കാര്യം പറപ്പിച്ച് ഇങ്ങനെ വസാൻ രാഷ്ട്രീയം പറഞ്ഞു. മൗരങ്ങാടിയിൽ ആ പരിപ്പാടെ വിറ്റിരുന്ന കടപ്പളും മാവൂര് വാക്യ എനിക്കറിയാം. മനസ്സിലാണ്ട് സത്യല്ലേ? വേറെ തന്നെ ഗോളിയർ റയൻസിന്റെ മെമ്പറായി തൊഴിലാളിയായി അംഗീകരിക്കപ്പെടാത്ത ഒരു വ്യക്തി അവിടെ രാവും പകലും സഹായത്തിന് നടക്കുന്നുണ്ടാവും. അയാൾക്ക് ഈ സഹായം ഉണ്ടാവും. എന്തെങ്കിലും മാനേജർ ഒരു കൈമടക്ക് 30-ാം തീയതി കൊടുത്തെങ്കിലും ഉണ്ടാവും. എന്തില്ല? എന്തുകൊണ്ട്? പണിയെടുത്തോന് ശമ്പളമല്ല, പണിയെടുക്കാത്തവന് ശമ്പളം ഉണ്ട്. എന്ത്? രജിസ്റ്റർ കയറണം. ഈ ആദ്യം എന്ത് കയറാൻ നോക്ക്? മുഅ്മിൻ എന്ന രജിസ്റ്റർ കയറ്. തെറാപ്പി അല്ല വേണ്ട, മുഅ്മിൻ്റെ രജിസ്റ്റർ കയറാൻ വേണ്ട. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ ഈ ഏത്തം മുക്കിയിട്ട് ഒരു കാര്യമല്ല. ഊരക്ക് വേദനയാവും. 10-600 റക്അത്ത് നിസ്കരിക്കണ്ടേ റമദാൻ കഴിയുമ്പോൾ? ഒരു നുണ നിർത്തിയോ? ഒരു ചതി നിർത്തിയോ? ഒരു അയൽവാസിനെ ദ്രോഹിക്കൽ നിർത്തിയോ? ഒരു അയൽവാസിനെ ദ്രോഹിക്കൽ നിർത്തിയിട്ടുണ്ടോ? അയൽവാസിയെ ദ്രോഹിക്കുന്നത് നിർത്തിയിട്ടുണ്ടോ? നാട്ടിൽ ഗീബത്ത് നമീമത്ത് പറയൽ നിർത്തിയിട്ടുണ്ടോ? ആ പള്ളിയിലെ മൂല്യർക്ക് തന്നെ പേടിയല്ലേ? ഞാൻ നിസ്കരിക്കാൻ വരുമ്പോൾ അയാൾക്ക് പേടിയാ. ഈ അപ്പം 4 വട്ടം വന്നാൽ എനിക്ക് നിന്നെ ഇവിടുന്ന് പിരിച്ചു. എന്തെങ്കിലും ഒരു കൊക്കലാമത്തുണ്ടാക്കാതെ ഈ പള്ളിക്ക് നോക്കില്ല. പള്ളിയിലെ മുക്കരിക്ക് തന്നെ പേടിയാ. നിനക്ക് എവിടെയാ മുക്കരിന്റെ കുറ്റം നോക്കണ പണിയാ. ഏതോ പള്ളിക്കാഷ്ടം പള്ളിയിൽ നിന്ന് കയറുന്നോടത്തൊരു പള്ളിക്കാഷ്ടം ഉണ്ടായിരുന്നു. ആ പള്ളിക്കാഷ്ടം ഈ ഫോട്ടോ എടുത്തിട്ട് പ്രസിഡന്റിന് അയച്ചു കൊടുത്തിട്ട് നിസ്കരിക്കുള്ളൂ. ഈ പള്ളിക്കാഷ്ടം എടുത്തിട്ടില്ല. ഒരു പള്ളിയുടെ കാഷ്ടം പള്ളി കയറി കൊടുത്ത് പള്ളിയുടെ കാഷ്ടമുണ്ട്, അത് ചെറുത്തില്ല. ഞാൻ ഫോട്ടോ എടുത്തിട്ട് നേരെ ആർക്ക്? പ്രസിഡന്റ്. എന്നിട്ട് പറയും ചെയ്യും, അതിപ്പോഴും ഉണ്ട്, നിങ്ങൾ വന്നു നോക്കി. ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ 10,000 ആള് നിസ്കരിക്കുന്ന പള്ളിയിൽ പള്ളിക്കാട്ടുണ്ടെങ്കിൽ ഇയാളെത്ര മതിയാണോ? ഇയാള് പാവല്ലേ? ഇയാൾക്കുള്ള 21-ാം തീയതി 23-ാം തീയതി ഒക്കെ ഇയാൾ കുറെ ഇബാദത്തെടുത്തു. ഇന്നലെ വേണ്ടത്ര അടിച്ചു വരാൻ കഴിഞ്ഞില്ല. പാവം. പോയി ചെന്നപ്പോ എന്തോ കുട്ടിക്ക് സോക്കടാണ്. അന്ന് അയാളും വിഷമിച്ചു. അന്ന് അയാൾ റൂമിൽ കരിഞ്ഞ് കിടന്നു. കുറച്ചോനെ എത്ര മരുന്ന് കുടിച്ചിട്ടുണ്ട്, കുട്ടീൻ്റെ രോഗം മാറുന്നില്ലല്ലോ. അന്ന് പള്ളി അടിച്ചു വരാൻ കഴിഞ്ഞില്ല. അയാളൊരു മനുഷ്യനല്ലേ? അയാളൊരു മനുഷ്യനല്ലേ? ഈ 600 റക്അത്തല്ലേ, 6000 റക്അത്ത് നിസ്കരിച്ചത് മുഴുവനും ആ പള്ളിക്കാട്ട പോട്ടത്തോടുകൂടി അള്ളാഹ് ബാത്തിലാക്കിയില്ലേ? എന്തിനാ പള്ളി പോയത്? എന്തിനു പള്ളി പോയത്? അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പറയുന്നത് ഇയാളൊരു പിരാന്തന.
പറയാണ് ഒരു അടിമ അവന്റെ നാവ് സൂക്ഷിക്കലാണ് ആക്കതു ഏറ്റവും അത്യാവശ്യം. അവന്റെ തസ്ബീഹിനെ പെരുപ്പിക്കുന്നതിനേക്കാൾ ആവശ്യം എന്താണ്? അവന്റെ ദോഷത്തിനെ സൂക്ഷിക്കുക, നാവോട് കിട്ടുക, ഇനി പറയില്ല. അപ്പൊ എന്തായി? ഓഫിലായി നിസ്കരിക്കാം, ഓഫിലായി നിസ്കരിക്കാം, ഓഫിലായി നോമ്പൊൽക്കുക, ഓഫിലായി ഹജ്ജ് ചെയ്യുക, ഓഫിലായി ഉംറ ചെയ്യുക, ഓഫിലായി ഖൽബ് ശുദ്ധീകരിക്കാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞു. സെന്റൻസ് ഓഫ് ദി ഇയർ, ഈ കൊല്ലം പറഞ്ഞ ഏറ്റവും വലിയ വാക്കില്ല. എന്താ പറഞ്ഞു? ഓഫിലായി നിസ്കരിക്കാം. ഓഫിൽ എന്നാൽ അശ്രദ്ധൻ. ഓഫിലായി നിസ്കരിക്കാം, ഹാഫിലായി നോമ്പ് കൊടുക്കാം, ഹാഫിലായി ഹജ്ജ് ചെയ്യാം, ഹാഫിലായി സദഖ കൊടുക്കാം, ഹാഫിലായി ദിക്റില്ല, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റില്ല, ഹാഫിലായി. ആ ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പോത്തിറച്ചിയും ചോറും വിളമ്പുമ്പോൾ ആ കറി, ചൂടുള്ള കറിയാണ് പറഞ്ഞിട്ട് അതിൽ കയ്യാണ് കുത്തിയപ്പോഴാണ് ഓഫിലത്ത് പോയത്. 70,000 ദിക്റിലും ഓഫിലത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായി? ഓഫിലായി കൊണ്ട് തന്നെ ഡൈനിങ് ഹാളിലേക്ക് പോയി, ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോയി ഭക്ഷണത്തിന് ഇരുന്നു. നല്ല ചൂടുള്ള നെയ്ച്ചോറ്, ചൂടുള്ള നെയ്ച്ചോറും ചൂടുള്ള പോത്തിറച്ചിയും അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പൊ ഈ കൈ കുത്തി, കൈ പുള്ളി അപ്പോർത്തു. അപ്പൊ ദിക്റില്ല, ഇപ്പോൾ പറയാങ്ങായി ദിക്റില്ല, ഇപ്പോൾ ഓഫിലാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഓഫിലാണ്, ചോറിട്ടപ്പോൾ ഓഫിലാണ്, കറി മറ്റോ ഒഴിച്ചപ്പോഴും ഓഫിലാണ്, കുത്തിയപ്പോഴേ ഓഫിലത്ത് പോയുള്ളൂ. പുള്ളി ഓഫിലായി നിസ്കരിക്കുക, ഓഫിലായി നോമ്പ് വിളിക്കുക, ഓഫിലായി വയറിയാം, ഓഫിലായി ഖൽബ് ശുദ്ധീകരിക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. ഈ ലോകത്ത് ഓഫിലായി ചെയ്യാൻ പറ്റാത്ത ഒരു ഒറ്റപ്പണി അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തത്വഹീറുൽ ഖൽബി, ഹൃദയത്തെ ശുദ്ധീകരിക്കൽ മാത്രം. നടക്കൂല. എന്താ ഹൃദയത്തെ ശുദ്ധീകരിക്കൽ? നീ നിന്റെ തെറ്റിനെ കുറിച്ച് ബോധവാനാകലാണ്. ഒരു പണിയാണ് സോപ്പൊന്നും കൊണ്ടുവരണ്ട. നീ നിന്റെ നീ നിന്റെ തെറ്റിനെ കുറിച്ച് ബോധവാൻ, ബസ് അതന്നെയാണത്. അപ്പോഴത്തെ നിനക്ക് വേദനയായി, ഞാൻ ചെയ്തു കൂട്ടിയതാണല്ലോ, എന്നിട്ട് കരയാ. അതന്നെ. അതിന് കഴിയുന്നുണ്ടോ? രക്ഷപ്പെടും. തറാവി നിസ്കരിച്ച് രക്ഷപ്പെടൂല. തറാവി നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി പറയല്ല, നിസ്കരിക്കാൻ വേണ്ടി പറയല്ല. അതൊക്കെ നിങ്ങളെ സൗകര്യം, അത്രേ ഉള്ളൂ. ഒരുത്തൻ നേരം കൊടുക്കുന്നവരെ കരഞ്ഞു അള്ളാഹിന്റെ മുന്നിൽ, തറാവി നിസ്കരിച്ചില്ല. ഒരുത്തൻ തറാവി നിസ്കരിച്ചു. അവൻ അള്ളാഹിന്റെ പഠിച്ചോനെ, എൻ്റെ അടുത്ത് ഞാൻ കുറ്റക്കാരനാണ് ഒരിക്കൽ പോലും മനസ്സറിഞ്ഞ് പറഞ്ഞില്ല. അവൻ പോയി കടന്നുറങ്ങി. ആരാ നല്ലോൻ? പറ. ഒരുത്ത ഏഷ്യ നിസ്കരിച്ചു, സുബ്ഹി നിസ്കരിക്കും, അതിൻ്റെ ഇടയിൽ ഒരു റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചില്ല. ആ ബാക്കിയുള്ള 5-8 മണിക്കൂർ കരഞ്ഞു, കരഞ്ഞ് ഉറങ്ങി, കരഞ്ഞുറങ്ങി. നേരം വെളുത്തപ്പോഴും കരഞ്ഞു, പഠിച്ചോനെ ഞാൻ ദോഷിയാണ്, ഈ കൊല്ലം ഞാൻ നന്നായിട്ടില്ല. ഇപ്പം നല്ലോനാരാ? പറപ്പം നല്ലോനാരാ? അവൻ നിസ്കരിച്ചില്ല, നിസ്കരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ശുദ്ധിയാക്കി. ഞാൻ ദോഷി തന്നെയാണ്. ഇത് ഞാൻ പറയാണ്, എല്ലാ മനുഷ്യന്മാരും ഒസ്ജാരിമ പറയാണ്. നിന്റെ തസ്ബീഹിനെക്കാളും തക്ബീറിനേക്കാളും നല്ലത് നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. നാവ് വേറൊരാളിൽ വിട്ടുപോയാൽ കഴിഞ്ഞ് നിന്റെ കഥ. ഇതന്നെ ഒക്കെ ചിന്തിച്ചാളി. അപ്പൊ നീ എന്ത് ചെയ്യണം? ഒരു മനുഷ്യനും നന്നാവുകയില്ല ഇല്ലാ ബിമുറാഖബത്തി ഖൽബിക. നീ നന്നാവണമെങ്കിൽ നിന്റെ ഖൽബിനെ നീ മുറാഖബ ചെയ്യണം. മുറാഖബിന്റെ അർത്ഥം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ മുറാഖബിന്റെ അർത്ഥം പറഞ്ഞ്? മുറാഖബ എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. മുറാഖബ എന്നാൽ നിരീക്ഷിക്കാറാൽ മോനെ, അന്യോന്യം നിരീക്ഷിക്കുക, അതാണ് മുറാഖബ. നിന്റെ ഖൽബിലേക്ക് സദാ ആര് നോക്കുന്നുണ്ട്? ഇനി നീയാണ് നോക്കുക. ഖതല കൊന്നു, ഖാതല യുദ്ധം ചെയ്തു, അന്യോന്യം കൊല്ലാൻ നോക്കല യുദ്ധം ചെയ്യൽ. ഇതുവരെ അള്ളാഹു നോക്കിയിരുന്നത്, ഇപ്പൊ നിന്റെ ഖൽബിലേക്ക് നീയും നോക്കി. നിന്റെ ഖൽബിന്റെ വൃത്തികേട് നേരത്തെ ആര് കാണുന്നുണ്ട്? അള്ളാഹു. പിന്നെ നീയോണ് കണ്ടു.
ഇതുവരെ അള്ളാഹു തആല നോക്കിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നീ നോക്കി, അപ്പൊ അന്യോന്യം നോക്കി. അള്ളാഹു ഇങ്ങോട്ട് നോക്കി, നീ ഇങ്ങോട്ട് നോക്കി. ഇതാണ് എന്ത്? മുറാഖബ. നീ നോക്കുന്നില്ലെങ്കിലും നിന്റെ കൽബിൽ ആര് നോക്കുന്നുണ്ട്? അല്ലാഹ്. ഇനി നീയും നോക്കി. അപ്പൊ നീ കരഞ്ഞു, പ്രശ്നം പുറത്തു പറയാൻ പറ്റില്ല, ഞാൻ മോശമാണ്. നീ കണ്ടു, വൃത്തികേട് കണ്ടു. വൃത്തികേട് കണ്ടപ്പോൾ മേലെ കണ്ട്, വൃത്തികേട് കണ്ടപ്പോൾ 1 ഇഞ്ച് കണ്ടു, ആ ഇഞ്ച് പൊട്ടിച്ചു, ഒഴിവാക്കി. അപ്പോഴാണ് മനസ്സിലായത് എന്ത്? നീ ഓതിയ സുബ്ഹാനല്ലാഹിനൊക്കെ പൊതിഞ്ഞു നിൽക്കുന്ന വൃത്തികേടുകൾ കണ്ടു. 1 ഇഞ്ച് കണ്ടപ്പോൾ ആ ഇഞ്ച് പൊളിച്ചൊഴിവാക്കി. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലായി അടുത്ത താഴെ 2 ഇഞ്ചിലും എന്തെന്നെയാണ്? ചെളിയാണ്. അതൊഴിവാക്കി. കൽബസലി, ഉള്ളിയെ പോലെ. അവസാനം നിനക്ക് മനസ്സിലാവും നിന്റെ അമലൊക്കെ ഉള്ളിയാണ്. ഉള്ളി എന്ന് പറഞ്ഞാൽ തൊലി ഒഴിവാക്കി, മേലുള്ള തൊലി ഒഴിവാക്കി. പിന്നെന്താ കണ്ട്? അതിൻ്റെ അടിയത്തെ തൊലി അതൊഴിവാക്കി. പിന്നെന്താണ്ട്? അതിൻ്റെ അടിയത്തെ തൊലി. നോക്കുമ്പോൾ തൊലി അല്ലാത്തൊരു സാധനവും ഉള്ളിയിൽ ഇല്ല. നിന്റെ അമലും അങ്ങനെയാണ്. അപ്പൊ ഒക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ എല്ലാ അമലും കഴിഞ്ഞു. ഇനി കരഞ്ഞു, അവിടെ പോയി മുഫ്ലിസാവണ്ട, ഇവിടുന്ന് കരഞ്ഞു. ഞാനുള്ള അമലൊക്കെ പോക്കാണ് കുറച്ചവനെ, ജിന്നെ നന്നാക്കണം. മനസ്സിലായില്ല? ചിന്തിച്ച് കരഞ്ഞു, നീ കരഞ്ഞു. പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ചെയ്തു. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മിസ്കിമാരെ സഹായിക്കലാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നീ ചെയ്തു. കരയും, രാത്രി കരയും, പകൽ സാധുക്കളെ സഹായിക്കും, ആരും അറിയാതെ. അപ്പൊ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടു, ഏറ്റെടുത്തു. അപ്പൊ ഈ പ്രശ്നം പരിഹരിച്ചു ചെയ്തു. അപ്പൊ നീ നിന്റെ മയ്യത്ത് അള്ളാഹിന്റെ അടുക്കൽ യോഗ്യമായ മയ്യത്തായി. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ വഞ്ചിതരാണ്. അങ്ങനെയായാൽ അതന്നെ ഫഅലം, നീ അറിയുക, നിന്റെ പണി നീ എടുക്കുക. ഏതുവരെ? മിനഹീനി തുസ്ബിഹു ഇനാഹീനി തുംസി, പ്രഭാതം മുതൽ പ്രദോഷം വരെയും നിന്റെ കൽബിലേക്ക് നോക്കുക. ഫഅലം, നീ അറിയുക, അല്ലാഹു തആല മുത്തലിഉൻ അലാ ളമീരിക, നിന്റെ ഹൃദയത്തിന്റെ മേൽ വെളിവായവനാണ്. വമുശ്രിഫുൻ അലാ ളാഹിരിക വബാത്തിനിക, നിന്റെ ഉള്ളും പുറവും വ്യക്തമായി അറിയുന്നവനാണ്. ഇപ്പൊ നിങ്ങള് ഇവിടെ ദാറുൽ ഖുർആനിൽ വന്ന് നിന്നു, ഞാൻ ദുസ്സഭാവിയാന്ന് സങ്കല്പിക്കും. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനത്തെ അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ ദുസ്സഭാവിയാണെന്ന ഞാനൊരു ദുസ്സഭാവിയാണെന്ന് സങ്കല്പിക്കുക. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങള് 2 ആള് ദൂരെ നിന്ന് വന്നു ഞാൻ കാണാൻ വേണ്ടി. 2 ദിവസം ഇവിടെ നിന്നു. അപ്പൊ ഇവിടുത്തെ തൊഴിലാളിയോട്, അഷ്റഫ് ഇവിടുത്തെ തൊഴിലാളിയാ, അവനോട് പറഞ്ഞു, ഉസ്താദ് നല്ല മനുഷ്യനല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അഷ്റഫിനെ ഒന്ന് മൂളും. മനസ്സിലായില്ല എന്തുകൊണ്ട്? പറയട ചങ്ങായി, എൻ്റെ ഉള്ളും പുറവും ആർക്കറിയാം. ഇയാള് വമ്പൻ പോക്കാണ്, നിങ്ങൾക്കറിയില്ല. ഈ 3 നാഴിക നേരം ഈ ദുനിയാവിൽ താമസിക്കുന്നവർക്ക് നമ്മൾ തിരിയില്ല. ആർക്ക് തിരിയും? നമ്മളൊക്കെ പറഞ്ഞു എന്ത് ഭയങ്കര ആചാരാണ്. അള്ളാ, ഈ ആചാരുണ്ടായതുകൊണ്ടാണ് എത്തിങ്ങാനം നടന്നു പോയത്. അള്ളാന്റെ ഓഫീസിൽ നിന്ന് ഒരു മൂളൽ കിട്ടും. തൽക്കാലം അതൊന്നും പറയില്ല. ഓനും വന്നിട്ട് ഞാൻ ഇടി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പറയാലോ. നിങ്ങളിവിടെ ദാറുൽ ഖുർആനിലേക്ക് ഇന്ന് രാവിലെ വന്ന് വൈകുന്നേരം പോണ ആളുകളാണ്. നിങ്ങൾക്ക് എന്തു പറയാം? ഭയങ്കര ഉസ്താദോ എന്താ വർത്താനാണ് പറഞ്ഞാല് മൂപ്പരെ മൂത്തുനിന്ന് കണ്ണെടുക്കണോ? മൂപ്പരാവൂല, അല്ലെങ്കിൽ ആരപ്പാവൂല. അപ്പൊ അഷ്റഫിനോട് ഞങ്ങൾ പറഞ്ഞ്, അപ്പൊ അഷ്റഫ് മുകളിൽ എന്തുകൊണ്ട് അറിയോ? ഓൻ്റെ പണി ഇവിടെ ഇനിയും നിൽക്കണം. കുറച്ച് കാലം കൂടെ ദാറുൽ ഖുർആനിൽ പണിയെടുക്കണമെന്ന് പൂതിണ്ട്. അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പണി രാജിവെച്ച് പണിൻ്റെ തലേന്നാണെങ്കിൽ അതല്ല പറയാം. നമ്മളെ ഉള്ളും പുറവും ആരറിയും? അള്ളറിയും. സ്റ്റേജുമൊക്കെ കയറ്റി ഓരോ കൊല്ലവും നമുക്ക് 10 ചാക്ക് 100 ചാക്ക് അരി എടുക്കണം. ആചാരമാണ്, മഹാനായ ആചാരാണ്. എടാ വീട്ടിയായ മനുഷ്യ, പാടച്ചോ കേൾക്കണില്ല. ഇതൊക്കെ എന്തിനാ ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രശംസിച്ച് നടക്കുന്നത്?
പ്രശംസിച്ചാലും തീരാത്തൊരുത്തനുണ്ടല്ലോ. ആര്? അല്ലാഹു. മനസ്സറിഞ്ഞ് പ്രശംസിക്കൂല. 10,000 അൽഹംദുലില്ലാ എൻ്റെ മേലെയാണ് ഒരു അൽഹംദുലില്ലാ. അതിന് ചോറ് കിട്ടിയില്ല, 2 ആഴ്ച ചോറ് കിട്ടിയില്ല. നോമ്പ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു കഷ്ണം വത്തക്കും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ഒരു കരക്കും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാൻ എത്തിപ്പെട്ടു. അപ്പോൾ അവർ നിങ്ങളൊരു പാത്രം നിറച്ച് വത്തക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് തിന്നാൻ കഴിയില്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട്? നിങ്ങൾക്കത് കിട്ടാതെ കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയാം. ഇത് നമുക്ക് ഒരു അലക്കി തേച്ച അൽഹംദുലില്ലാ അല്ലാതെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമുക്കിതിൻ്റെ വില പറയാൻ, നമുക്കിതിൻ്റെ വില മനസ്സിലായിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കാണ്. പണി വളരെ വലിയ പണിയാണ്. വേറെ എവിടെയല്ല പണി, നമ്മളെ ശുദ്ധീകരിക്കുന്ന പണി. അത് പണി തന്നെയാണ്. ഒരടിമയെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ പണി തന്നെയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി കരഞ്ഞ മരിച്ച്. ഇബ്നു മസ്ഊദ് കരഞ്ഞ മരിച്ച്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇബ്നു മസ്ഊദ് കരയുക. ആരാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും? ആരാ ഇബ്നു മസ്ഊദ്? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയത് ഇബ്നു മസ്ഊദാണ്. മരണാസന്നന ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭരണകാലം റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആര്? സയ്യിദ്നാ ഉസ്മാൻ. അപ്പോൾ ഫറആഹു യബ്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കാണുമ്പോൾ കട്ടിൽ മിരുന്ന് കരയുക. ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അർത്തിയെന്നു തലോടി ലിമത്തബക്കി. എന്തിനാ കരയുന്നത്? എന്താ വിഷമം? അപ്പോൾ വിചാരിച്ചത് എന്താണെന്നറിയോ? പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ആർക്ക്? ഇബ്നു മസ്ഊദിന്. ഞാൻ മരിച്ചവരിൻ്റെ കുട്ടികൾ എന്താവും എന്ന് ആലോചിച്ചിട്ട് ഒരു ആൺകുട്ടി തെണ്ടിച്ചു കൊണ്ടെന്ന് തിന്നാൻ കൊടുക്കാനില്ല. അപ്പോൾ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആർക്ക്? ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇനി എൻ്റെ കുട്ടികളെ പോറ്റാനൊരാളില്ലല്ലോ. ഒരു ആൺകുട്ടി ഇവിടുന്ന് അധ്വാനിച്ച് ഒരു ഈത്തപ്പഴത്തിന് വെള്ളം മുക്കിയിട്ടെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു നേരത്തെ ഗോതമ്പ് കൊടുക്കാൻ എൻ്റെ വീട്ടിലില്ലല്ലോ എന്ന ഖേദത്തിലാകും പറയുന്നതെന്നാണ് ആര് വിചാരിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലിമത്തബക്കി. നിങ്ങൾ എന്തിനാ കാര്യമാണ്? നിങ്ങൾ അത്തരം സേവനം ചെയ്ത ആളാണ്. നിങ്ങൾ മരിച്ചാലും പേടിക്കണ്ട. നിങ്ങളെ കുട്ടികളെ പോറ്റൽ ഇസ്ലാമിക സർക്കാരിൻ്റെ ബാധ്യതയാണ്. നിങ്ങൾ അത്തരം സേവനം ചെയ്ത ആളാണ്. അപ്പോൾ ചോദിച്ചു, ഉസ്മാനെ എന്തെങ്കിലും പറഞ്ഞു? അബക്കി ലിഫഖരി ബനാത്തി. എൻ്റെ കുട്ടികളെ ദാരിദ്ര്യത്തിന് ഞാൻ കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലിഅന്നി അമർതുഹുന്ന കുല്ല ലൈലത്തിൻ അൻ യഖറഅന സൂറത്തുൽ വാഖിഅ. ഞാൻ എൻ്റെ കുട്ടികളോട് എല്ലാ ദിവസത്തെ അന്നത്തിന് വേണ്ടിയും അള്ളാഹു റസൂൽ പഠിപ്പിച്ച സൂറത്താണ് ഏത്? വാഖിഅ. രാത്രിയായാൽ വാഖിഅ സൂറത്ത് ഓതിയാൽ പിറ്റേന്ന് അന്നം മുടങ്ങൂലാന്ന് റസൂൽ പറഞ്ഞത് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കുട്ടികൾ ചെയ്തോളൂ, എൻ്റെ കുട്ടികൾക്ക് അന്നത്തിന് പ്രശ്നമൊന്നുമില്ല. ആര് പറഞ്ഞു? ഇബ്നു മസ്ഊദ്. അപ്പം ചോദിച്ചു ലിമത്തബക്കി, പിന്നെ എന്തിനാ കാര്യമാണ്? ദുനൂബി, എൻ്റെ ദോഷങ്ങൾ. ആരകഞ്ഞ് ഈ ലോകത്ത് ആദ്യമായി പരസ്യമായി ആ മനുഷ്യന്റെ ഒരു കാല് അള്ളാന്റെ മീസാനിലേക്ക് എടുത്തു വെച്ചാൽ അസ്ഖലു മിൻ ഉഹുദിൻ. ഇബ്നു മസ്ഊദിന്റെ കാല് അള്ളാന്റെ തുലാസിലേക്ക് എടുത്തു വെച്ചാൽ ആ കാലിന് ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ കാലുകാരനായ ഇബ്നു മസ്ഊദാണ് എന്ത് ചെയ്യുന്നത്? എന്തിന് കാര്യമാണ്? എന്റെ ദോഷങ്ങൾ. എന്ത് ദോഷം? അടിമക്ക് തോന്നുന്ന പോലെ നന്നാവണമെന്ന് ആഗ്രഹിച്ച പെണ്ണിന് ചൂലുവെക്കാൻ തോന്നൂല. അമ്മായിമ്മ ചോദിക്കണേന് ഒന്ന് മുറ്റടിക്കണം വ്യക്തിത്വത്തോട് ചൂലെടുക്കണതിന് മുമ്പ് വേഗം ചൂല് വെച്ചു. മനസ്സിലായില്ല? എൻ്റെ പുര വൃത്തിയായി കിടക്കണമെന്ന് ആഗ്രഹമുള്ള പെണ്ണിനെ ചൂല് താഴെ വെക്കാൻ കഴിയില്ല. എന്നാൽ അവളെ വീട്ടിൽ അഴുക്കില്ല. എന്നാൽ അവൾക്ക് ചൂല് താഴെ വെക്കാനോട്ട് കഴിയൂല, തോന്നില്ല. എന്താണ് ഇബ്നു മസ്ഊദ്? ഇബ്നു മസ്ഊദ് ദോഷമില്ലാത്ത അടിമക്ക് എന്താ തോന്നുക? ഞാൻ ആരാണ്? ദോഷിയ. നമുക്കെന്താ തോന്നുന്നത്? നമ്മളൊക്കെ പറയേ നല്ലവരാണ്. എന്തുകൊണ്ട്? ദോഷമില്ലാത്തതൊന്നും നമ്മളെ കൽബിൽ ഇല്ല. നിങ്ങളിതിൻ്റെ അർത്ഥം ചിന്തിച്ചു നോക്കി. ഇന്നിപ്പോൾ അങ്ങനെ ഒരാള് മരിക്കാൻ സമയത്ത് ദോഷം ഞാൻ എൻ്റെ ദോഷോർത്ത് കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ വാട്സപ്പിൽ ഇട്ടിട്ട് നാടകം അറിയിക്കും. നോക്കി നിങ്ങൾ ഓൻ്റെ ഒരു കാര്യം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. കുറേ കാലം ഗൾഫ് പോയി എന്നല്ലേ,
എന്തൊക്കെ തോന്നിയ ദിവസം കാട്ടിയിട്ടുണ്ടാവും. ദോഷം അതൊക്കെ മാരിക്ക ഒരു കോലത്തിലാണ് ജീവൻ പോയി, അത്ര തന്നെ. നമ്മക്കൊന്നും അങ്ങനെയൊക്കെ വരേണ്ട ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്ത് അതൊന്നും എണ്ണണ്ടല്ല, അതൊന്നും ഇപ്പൊ നമ്മൾക്ക് എണ്ണാവുന്നൊരു കുറ്റമല്ല. ഇന്നിപ്പോ ഒരാള് റബ്ബേ എന്റെ ദോഷമാണേ, റബ്ബേ എന്റെ ദോഷം എന്ന് പറഞ്ഞ് മരിച്ചു പോയാൽ നമ്മൾ അയാൾ ദോഷിയെ പരിഗണിക്കും. എന്തൊക്കെ ഉണ്ടാവും നമ്മളൊന്നും അറിയില്ല. കുറെ ബാംഗ്ലൂർ പോയിരുന്നു, ബോംബെ പോയിരുന്നു, എന്തൊക്കെ ചെയ്തല്ലോ ആലോ. അവസാനമൊക്കെ കരിഞ്ഞ് ദോഷം എന്നൊക്കെ പറയണം മരിച്ച്. ഒരു സുബഹാനല്ലാഹ് വരെ ചെല്ലാൻ നേരം കിട്ടില്ല, ഒക്കെ ദോഷം എന്നാണ് മരിക്കത്. ഞങ്ങളെ വാപ്പ ഓരോ ദിവസം സുബഹാനല്ലാഹ് 33,000 മരിച്ച്. ഒരു വട്ടം എന്തോ നോക്കിയിട്ടില്ല, ദോഷം നോക്കിയിട്ടില്ല, മുട്ട അവിടെ ഉറപ്പാ. സുബഹാനല്ലാഹ് ചെല്ലാനല്ലടാ സമയം കാണേണ്ടത്. എന്തിനാണ്? നിന്റെ ദോഷം നോക്കാനാണ്. സുബഹാനല്ലാഹ് നിർത്തിക്കാളാന്ന് പറഞ്ഞത് വസ്സാലി മാമ. ഞാൻ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് എൻ്റെ കാര്യം തീരുമാനമാക്കും. അയാൾ സുബഹാനല്ലാഹ് നിർത്തണമെന്ന് പറഞ്ഞത് ഞാനല്ല. വസ്സാലി മാമ പറയാം, നിർത്തിക്കാളാ എൻ്റെ സുബഹാനല്ലാഹ് നിനക്ക് കീപ്പർ ഉണ്ടാക്കുക. എന്താ വിചാരിക്കണത്? ഞാൻ മാന ദിവസം 33,000 സുബഹാനല്ലാഹുണ്ട്. നിർത്തിക്കാളാ ജാതി എന്ത് നോക്ക് പറ മനുഷ്യ ചിന്തിക്ക്. ഇശി നല്ലോണം നല്ല വെണ്ടക്കരിഞ്ഞ് മറ്റേതരിഞ്ഞ് കക്കരി അരിഞ്ഞ് ഇതൊക്കെ അരി തന്നെ ഇറച്ചി മീന് ഒക്കെ അരിഞ്ഞിട്ട് മുഴുവനും അങ്ങനെ ബക്കറ്റൊക്കെ അങ്ങനെ ഇട്ട് ബക്കറ്റിൽ ഒരു കുഞ്ഞൻ രാവിലെ എണീറ്റിട്ട് മൂത്രിച്ച് പകുതി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ വെള്ളം നമ്മൾ വിചാരിച്ച് ഇതെന്താ സാധനം പറ മനുഷ്യ. ഇതൊരു കുഞ്ഞൻ്റെ മൂത്രാണ്. അയക്കാണ് ഇതൊക്കെ ഇടുന്നത്. നിന്റെ കാഷ്ടത്തിക്കാണ് നീ സുബഹാനല്ലാഹ് ഇടുന്നത്. ആ വെണ്ടക്ക വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വെണ്ടക്ക തിന്നാൻ പറ്റൂല, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഈ വെള്ളാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അരിയണ വെണ്ടക്ക കക്കരി പയർ അതിൻ്റെ അപ്പോഴാണ് പറ്റും ബത്തക്ക അരിഞ്ഞ് എന്തായിരുന്നു സാധനം? എന്തായിരുന്നത്? ഒരു കുഞ്ഞൻ രാവിലെ എണീറ്റ് നിന്നിട്ട് അരട്ടാങ്ക് ഫുള്ള് മുതിർച്ച. നിന്റെ മൂത്രത്തിലേക്കാണ് നിന്റെ സുബഹാനല്ലാഹ് ചാടുന്നത്. ആദ്യം സുബഹാനല്ലാഹ് നിർത്തിയിട്ട് ആ ടാങ്കൊന്ന് ലെവലാക്കാൻ നോക്ക്, നശിന്നാവും. പിന്നെ ഒരു സുബഹാനല്ലാഹ് നേരം കിട്ടിയില്ല, മരിച്ചു ചെയ്തു, കുഴപ്പമില്ല. എന്നാലും എന്തില്ലല്ലോ, ഇത് മനസ്സിലായില്ല. എന്തുണ്ടായില്ല? ശുദ്ധിയോടൊന്നും ഉണ്ടായില്ല. നല്ലൊരു ഹൃദയം മരിച്ചു. ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സുബഹാനല്ലാഹ് ഉണ്ടായില്ല. ഒക്കെ ആ അന്നത്തെ സുബഹാനല്ലാഹ് വരെ പുറത്ത് കിട്ടും, എല്ലാം പുറത്ത് കിട്ടും. വെണ്ടക്കയും കക്കരിയും ഒക്കെ ആ മുത്തത്തേക്ക് ചാടിയ വെണ്ടക്കൊക്കെ വലിച്ചിട്ടു പുറത്ത് കിട്ടും. അതിന് പയ്യനെ വരെ കൊടുക്കാൻ പറ്റൂല, ഒക്കെ വലിച്ചിട്ടു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ പുതിയത് ചെല്ലാൻ നേരം കിട്ടിയില്ല, ശുദ്ധിയായപ്പോഴത്തിന് ശ്വാസം മുട്ടി മരിച്ചു. എന്നാലും നീ ഹൃദയശുദ്ധിയോടുകൂടെ തിരിച്ചുപോയി. മതി അത്ര മതി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അവസാനിപ്പിക്കുകയാണ്, ഇത് പറഞ്ഞാൽ തീരാത്ത വിഷയം. നിന്റെ കൂട്ടുകാരൻ റബ്ബാണ്. ആരും വിശ്വസിക്കണ്ട. ആരും വിശ്വസിച്ചോ? അള്ളാഹു വിശ്വസിച്ചോ? ബസ് വേറെ ആരും വിശ്വസിക്കണ്ട. അവൻ നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് നിന്നെ നോക്കിയിരിക്കുക. ഇനി നീ അവനെ നോക്കിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഇതൊരു 3 ക്ലാസ് എടുത്തു. ഇത് ഒത്തിരി നല്ല വിഷയം വളരെ ഉണ്ട്. അവനവനെ സൂക്ഷിക്കുക. കുറേ സുബഹാനല്ലാഹ് ഉണ്ട്, കുറേ അൽഹംദുലില്ലാഹ് ഒക്കെ നന്നായോർക്ക് പറഞ്ഞതാ. നന്നായോർക്ക് പറഞ്ഞത് നാശായോരെടുക്കണ്ട. നന്നായോർക്ക് പറഞ്ഞ പണിയാണ്. ഈ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരുത്തൻ പോലീസിക്ക് ചേർന്നാൽ ആദ്യം പോകേണ്ടത് കള്ളനെ പിടിക്കാനല്ല. ഒരാളെ പോലീസിക്ക് എടുത്താൽ പിറ്റേന്ന് രാവിലെ കള്ളനെ പിടിക്കാൻ പോകും. എന്താ പിറ്റേന്ന് എന്താ അവൻ്റെ പണി? എന്തൊരു കൗമാണ്. ഒരാളെ പോലീസിലേക്ക് എടുത്താൽ പിറ്റേന്ന് അവൻ്റെ പണി എന്താ പറയാ? അറിയില്ലെങ്കിൽ അറിയില്ല, ഇന്നല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നു. ഒരാളെ പോലീസിലേക്ക് എടുത്താൽ പിറ്റേന്ന് രാവിലെ എവിടെയാണ് കള്ളൻ പായലല്ല പണി. ട്രെയിനിങ് അവൻ്റെ പണി. എന്താ ട്രെയിനിങ്? ആദ്യം ഇവന്റെ ഇവനൊന്ന് ശരിയാക്കുക. ഇങ്ങോട്ട് നോക്ക് അവന്റെ പണി എന്താ? ട്രെയിനിങ്.
ചാടൽ പഠിച്ചു, ഓടൽ പഠിച്ചു, റിവോൾവറിൽ വെടിവെക്കൽ പഠിച്ചു, വളയമ്മ തിരിയൽ പഠിച്ചു, പുഴ നീന്തൽ പഠിച്ചു, അങ്ങനെ ഒക്കെ പഠിച്ചു, എല്ലാം പഠിച്ചു. ഇതാണ് എൻ്റെ പണി. പിന്നെ നിനക്ക് എന്താണ്? ശമ്പളമായി. ഇനി പോലീസ് സ്റ്റേഷനിൽ നിനക്ക് സൊറ പറയാം. ആ നാട്ടിൽ കള്ളന്മാരൊക്കെ നന്നായി, അല്ലെങ്കിൽ കള്ളനെ ആ നാട്ടിലില്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. എന്തൊരു കൗമാണ്, മനസ്സിലായില്ല. ട്രെയിനിങ് നിർബന്ധ, കള്ളനെ പിടിക്കൽ നിർബന്ധമില്ല. ട്രെയിനിങ് പറഞ്ഞാൽ അയാളുടെ സ്വയം നന്നാക്കല. കള്ളനെ പിടിക്കൽ വേറെ, കള്ളനെ പിടിക്കൽ നിർബന്ധമില്ല. കള്ളൻ ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും പോലീസുകാരന് എന്ത് നിർബന്ധമാണ്? അവന്റെ മെയ്യിനെ ശുദ്ധിയാക്കുന്ന ട്രെയിനിങ് നിർബന്ധമാണ്. ആ ട്രെയിനിങ് കർശന 6 മാസം. അടിയും ചവിട്ടും മുഴുവൻ കിട്ടും. ട്രെയിനിങ് കിട്ടിയ ചവിട്ട് സഹിക്കാൻ കഴിയാതെ പോലീസിൽ നിന്ന് ഓടിയ ആളുകളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിക്കോടിയിലുണ്ട്, ഇന്നും വഹിക്കാത്തവരുണ്ട്. ട്രെയിനിങ് സഹിക്കാൻ കഴിയില്ല, ആജാതി ചവിട്ട. ട്രെയിനിങ് കഴിഞ്ഞാലോ? ട്രെയിനിങ് കഴിഞ്ഞാൽ വീട് കളിച്ചിരിക്കുക. കള്ളന്മാരില്ല, പിന്നെ പോകേണ്ട ആവശ്യമില്ല. അറബ് നാട്ടിലാണെങ്കിൽ ഹുക്ക വലിച്ചിരിക്കുക. പോലീസുകാർക്ക് പോലീസ് എന്താ പണി? ഹുക്ക വലിച്ചിരിക്കുക. പക്ഷെ ട്രെയിനിങ് പീരിയഡ് തന്നെ നിന്റെ പണി ആദ്യം മുറാഖബയാണ്. നിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അവിടെ ഒന്ന് ക്ലിയറാക്കുക. ഏറ്റവും വലിയ കള്ളൻ ഈശാണ്. ഈശോ നീ മന്ദാരിയാകുക. പിന്നെ സുബ്ഹാനല്ലാഹ് ചെല്ലിയാലും വേണ്ടില്ല, പറയും ചെല്ലിയാലും വേണ്ടില്ല. സുന്നത്തെടുക്കണമെങ്കിൽ ആദ്യം ഫർളെടുക്കണ്ടേ? ഫർള് ഹൃദയം നന്നാക്കല. സുബ്ഹാനല്ലാഹ് സുന്നത്തേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലലെന്താ? ഒന്ന് പാറി മനുഷ്യന്മാരെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ എന്താണ്? സുന്നത്താണ്. ഹൃദയം നന്നാക്കൽ നിർബന്ധം. ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സഹ. നിന്റെ നഫ്സിനെ ശുദ്ധിയാക്കിയാൽ വിജയിച്ചു, ഇല്ലേ പരാജയപ്പെട്ടു. സുബ്ഹാനല്ലാഹ് ചെല്ലിയാലും വേണ്ടില്ല, ചെല്ലിയാലും വേണ്ടില്ല. സുന്നത്തില്ലേ? സുന്നത്തിനുള്ള പിടികൂടല്ലോ. എന്താ സുന്നത്ത്? എന്താണ്? ഒരാൾ സുന്നത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു തആല ശിക്ഷിക്കൂല. ഇപ്പൊ ഒരു സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ ചെല്ലിയിട്ടില്ല, ശിക്ഷിക്കൂല. എന്തുകൊണ്ട്? അവൻ എന്ത് ശരിയാക്കി? കൽബ് ശരിയാക്കി. മറ്റൊരു 10,000 സുബ്ഹാനല്ലാഹ് ദിവസം ചെല്ലി, പക്ഷെ എന്ത് ശരിയാക്കില്ല? കൽബ് ശരിയാക്കുക. അത് ഫർളാണ്. കൽബ് ശുദ്ധിയാക്കൽ ഫർളാണ്. എങ്ങനെ കൽബ് ശുദ്ധിയാക്കുക? അയൽവാസിനോട് മാപ്പ് പറയാം, ഭാര്യൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഞാൻ കുറേ എന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഇനി ദേഷ്യപ്പെടില്ല, മാപ്പാക്കണം. സ്വന്തം ഭാര്യയുടെ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്തേ അങ്ങനെ വേണ്ടി വരും? ഉമ്മാൻ്റെ പാപ്പാൻ്റെ കാര്യം പറയും വേണ്ട. നിന്റെ ദുരഭിമാനം സമ്മതിക്കൂല. അയൽവാസിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. തെറ്റ് അവൻ്റെ ഭാഗത്താണെങ്കിൽ മാപ്പ് പറയാം, മാപ്പാക്കണം. റമദാനാണ്, മാപ്പാക്കണമെങ്കിൽ വൃത്തിപ്പെട്ടായിരുന്നു. അപ്പൊ അയൽവാസിയോടുള്ള അദാവത്ത് ഒഴിവാക്കി. ബാപ്പാനെ പിടിച്ചു, ഉമ്മാനെ പിടിച്ചു. നാട്ടിൽ ആരോടാണോ ദേശീയവരോടൊക്കെ പിടിച്ചു. ഗൈബത്തിൽ നിന്ന് നിർത്തി, നുണനി പറയില്ല. ഒക്കെ മനസ്സിലായി. പിന്നെ റബ്ബിനെ മനസ്സിലായില്ലേ? നിന്റെ തടി പൂർണ്ണമായി ആർക്ക് കൊടുത്തു? റബ്ബ് വൃത്തികേടുക്ക് നോക്കണ്ടല്ലോ, റബ്ബല്ലേ. അപ്പൊ റബ്ബിന് വൃത്തികേടിലേക്ക്, ഒരാളൊരു വൃത്തികേടിലേക്ക് നോക്കുമ്പോ സ്വാഭാവികമായി ദേഷ്യം ഉണ്ടാവില്ലേ? ഒന്ന് പറയും മച്ചന്മാരെ, ഒരു കച്ചറ അങ്ങാടിത്തെ കോർപ്പറേഷന്റെ കച്ചറ ഒലിച്ചു വരുന്ന സ്ഥലത്തേക്ക് നോക്കലാണോ, മനോഹരമായ തെങ്ങിങ്ങനെ കൊലച്ചിക്കണ തോട്ടത്തിലേക്ക് നോക്കലാണോ നിങ്ങൾക്ക് ഇഷ്ടം? പറ മനുഷ്യ. ഒരു തോട്ടത്തിലേക്ക് നോക്കിയാൽ പിന്നെ നോക്കും. നമ്മൾ എന്താ പറയാ, അരയടുത്ത് പാലത്തേക്ക് പോകുന്ന സമയത്ത് ആ പാലത്തിൻ്റെ അടിയിൽ ഒരു കച്ചറ ഉണ്ട്. അതിൻ്റെ മുകളിലൂടെ പലവട്ടം നമ്മൾ ബസ്സിന് വന്നിട്ടുണ്ട്. എന്തില്ല, ആ കച്ചറ നോക്കിയിട്ടുണ്ടാവില്ല, നോക്കാൻ കഴിയില്ല. അന്ന് നോക്കിയാൽ പിന്നെ അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നിന്റെ ഹൃദയം ആജാതി കുപ്പ തൊട്ടിയ അത് നോക്കുന്ന പണിയാണ് ആർക്ക്? അള്ളാഹ്ക്ക്. എത്ര ദേഷ്യം ഉണ്ടാവും. ആ സ്ഥാനത്ത് നിന്റെ ഹൃദയം ഒരു പൂന്തോപ്പാക്കി കൊടുക്കുക. അപ്പൊ അള്ളാഹ്ക്ക് ഭയങ്കര ഇട്ടുണ്ടാവും, ഭയങ്കര. അള്ളാഹു തആലക്ക് നിന്നെ കാണാൻ ഇഷ്ടമുണ്ടാവും, അള്ളാഹ്ക്ക് നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവും. കാരണം അള്ളാഹു ഒരു പൂന്തോപ്പ് പോലത്തെ ഹൃദയമാണ് അവൻ്റെ. അങ്ങനെയൊക്കെ ആകാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു എല്ലാ വൃത്തികേടുകളും നമ്മളെ സംരക്ഷിക്കട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരാഴ്ചതാണ് മുമ്പോട്ടുള്ള ജീവിതം വളരെ ഇടുങ്ങിയതും ഖൈർ തടസ്സപ്പെട്ടതുമായി അനുഭവപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തടസ്സങ്ങൾ മാറി ഖൈറിലേക്ക് എത്താൻ നീ തൗഫീഖ് നൽകണമേ റബ്ബേ. നീ അസാധുവായ മനുഷ്യന് തൗഫീഖ് നൽകണമേ റബ്ബേ. നീ അസാധുവായ മനുഷ്യനെ ഖൈറിലേക്ക് തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ഗ്രൂപ്പിലുള്ള ഒരാളുടെ ഏട്ടൻ്റെ മോൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതിൽ പാസ്സാകാൻ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ്റെ മോൻ്റെ ഇൻ്റർവ്യൂ ഖൈർ പോലെ ആക്കി കൊടുക്കണമേ റബ്ബേ. ആ ജോലിയും ഒക്കെ ആ കുട്ടിക്ക് ഖൈറാണെങ്കിൽ ഖൈർ പോലെ വിജയിപ്പിക്കണമേ റബ്ബേ. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഖൈറിലേക്ക് അവരെ നീ എത്തിക്കണമേ റബ്ബേ. ഏറ്റവും വലിയ ഖൈറിലേക്ക് എത്തിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നീ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഡിസ്കിന് സുഖമില്ലാതെ ഒരാൾ നീ ശിഫ നൽകണമേ റബ്ബേ. ശിഫ നൽകണം റബ്ബേ. എനിക്ക് ശ്വാസ തടസ്സം കാരണം ഇടയ്ക്ക് സംസാരിക്കാൻ സൗണ്ട് കിട്ടുന്നില്ല. ഗുളിക കഴിക്കുന്നുണ്ട്, വല്ലാത്ത ക്ഷീണമാണ്. ദാറുഖുറാനിലേക്ക് 313 രൂപ. അല്ലാഹുവേ, ആ ശ്വാസ തടസ്സം നീക്കി കൊടുക്കണമേ റബ്ബേ. ആ സൗണ്ട് സ്ഥിരമായി കിട്ടാൻ തൗഫീഖ് നൽകണമേ റബ്ബേ. അത്തരം രോഗങ്ങളൊക്കെ വളരെ പ്രയാസമുള്ള രോഗങ്ങളാണ്, ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ഒരു സഹോദരി വേറെ 313 രൂപ. അല്ലാഹുവേ, അവർക്ക് ഖൈറും റഹ്മത്തും നൽകണമേ റബ്ബേ. എല്ലാ റഹ്മത്തിൻ്റെ വാതിലും തുറന്നു കൊടുക്കണമേ റബ്ബേ. പിതാവിൻ്റെ പരലോക ഗുണത്തിന് 313 രൂപ. അല്ലാഹുവേ, ആ പിതാവിന് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. മർഹമത്ത് നൽകണമേ റബ്ബേ. നിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. വെള്ളൂർ മാനിത്തങ്ങൾ ഒരു കുട്ടിയെ ഭാഗികമായി ഏറ്റെടുത്തിന് 10,000 രൂപ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്നത് കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഈ സ്വതക്ക സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഉമ്മാക്ക് പ്രത്യേക മഗ്ഫിറത്ത് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഉപ്പാക്കും റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. അവരുടെയും ഞങ്ങളുടെയൊക്കെ മക്കളെ സ്വാലിഹാക്കി തരണമേ റബ്ബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. റബ്ബേ, ഞങ്ങളെ പ്രയാസം നീക്കണമേ റബ്ബേ. റബ്ബേ, ഞങ്ങൾ മാക്കുപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. റബ്ബേ, ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങളെ ബുദ്ധിമുട്ടൊക്കെ നീക്കി തരണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ റബ്ബേ. ആരോഗ്യം തരണമേ റബ്ബേ. ആഫിയത്ത് ദീർഘമാക്കിയ ആഫിയത്ത്, നിന്റെ പൊരുത്തമുള്ള ആയുസ്സും ആരോഗ്യവും തരണമേ റബ്ബേ. നീ പൊരുത്തപ്പെടാത്തൊരു മിനിറ്റ് പോലും ഭൂമിയിൽ ജീവിക്കാൻ പൊരുത്തത്തോടെ മരിപ്പിക്കണം. പൊരുത്തമുള്ളിടത്ത് കടത്തി തരണമേ റബ്ബേ. നീ പൊരുത്തമുള്ളിടത്ത് ഞങ്ങളെ കടത്തി തരണമേ റബ്ബേ. നീ പൊരുത്തമുള്ളിടത്ത് ഞങ്ങളെ കടത്തി തരണമേ റബ്ബേ. നീ പൊരുത്തമുള്ള സ്ഥലത്ത് കിടക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണമേ റബ്ബേ. കടങ്ങളെ വീട്ടി തരണമേ റബ്ബേ. ആരോടൊക്കെ ഹക്കുണ്ടോ അതെല്ലാം വീട്ടി ആഖിറത്തിലൊരു മുഫ്ലിസായി പോകുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കണമേ റബ്ബേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, തിയാമയിലെ പർവ്വതങ്ങളെക്കാൾ അമലും കൊണ്ടുവന്ന് അവസാനം പാപ്പറായി പോകുന്നവരാണ് എൻ്റെ സമുദായത്തിലെ ഏറ്റവും പാപ്പരായവർ. ആ അവസ്ഥ വരാതെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. മറ്റുള്ളവർക്ക് അമല് കൊടുക്കേണ്ട ഗതികേട് വരാതെ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ചെയ്യുന്ന അമലുകളൊക്കെ കബൂലാക്കുകയും അത് നിന്റെ പൊരുത്തത്തോടു കൂടി ചെയ്യാൻ തൗഫീഖ്, വല്ല കുറേ ചെയ്യല്ല, നിന്റെ പൊരുത്തത്തോടു കൂടി ചെയ്യാൻ തൗഫീഖ് തരണമേ റബ്ബേ. നിന്നെ ഓർത്ത് കരയാനും ഞങ്ങളെ കുറ്റം നിന്റെ നിഅമത്തും, ഞങ്ങളെ കുറ്റവും ഞങ്ങൾ ഓർക്കണം, നിന്റെ നിഅമത്ത് ഓർക്കണം. ഞങ്ങളെ അമലുകളൊക്കെ ഉള്ളി പോലെ തന്നെയാണ്, പൊളിച്ചാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ മോശമാണ്. ഒക്കെ നീ നന്നാക്കി തരണമേ റബ്ബേ. ഈ മജ്‌ലിസിൽ പങ്കെടുത്തവർക്കും അവരുടെ കുടുംബത്തിനും സോഷ്യൽ മീഡിയയിൽ നോക്കുന്നവർക്കും ഒക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഇന്നലെ 21-ാം രാവായിരുന്നു. ഈ 21-ാം രാവിൻ്റെ പൂർത്തീകരണമായി ഒരു പ്രധാനപ്പെട്ട രാത്രി പോലെ തോന്നി. ആ രാത്രി എന്തെങ്കിലും അമല് കമ്മി അത് ഈ പകല് കൊണ്ട് പരിഹരിക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ഇനിയുള്ള രാത്രികളൊക്കെ നീ നല്ല രാത്രികളാക്കി തരണമേ റബ്ബേ. കൂടുതൽ നിന്നെ ഓർത്ത് പണിയെടുക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. റബ്ബന, ഈ ദുനിയാവിലെ എല്ലാ ഖൈറിൻ്റെ അഖിലുകാരുടെ ദുആയിലും ഞങ്ങളെ കൂട്ടണമേ റബ്ബേ. ഞങ്ങൾ ദുആയിൽ
എല്ലാവരെയും കൂട്ടണമേ റബ്ബേ. ഗസായിലും സിറിയയിലും യമനിലുമൊക്കെയുള്ള കഷ്ടപ്പെട്ട മുസ്ലിം ഉമ്മത്തിൻ്റെ കഷ്ടപ്പാടുകൾ പരിഹരിക്കണമേ റബ്ബേ. ഞങ്ങൾക്കില്ലാത്ത ഭക്ഷണവും വസ്ത്രവും അവർക്ക് നീ കൊടുക്കണമേ റബ്ബേ. വലിയ സമൂഹനമായ പെരുന്നാൾ കൊണ്ട് അവരനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. ആയത്തുൽ കുർസിൻ്റെ ആരൊക്കെ ഇജാത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അസ്റിൻ്റെ ശേഷം 10 ആയത്തുൽ കുർസി ഓതാൻ എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി തങ്ങളിൽ നിന്ന് പ്രത്യേകം എനിക്ക് സമ്മതം ലഭിച്ചത് പ്രകാരം 10 മഹത്തായ നേട്ടങ്ങൾക്ക് വേണ്ടി അസ്റിന് ശേഷം ആയത്തുൽ കുർസി ചൊല്ലാൻ ഇതുവരെ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഇജാസത്ത് നൽകിയിരിക്കുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയും ദുആ ചെയ്യണം എല്ലാവരും.